ചോദ്യം നമ്പർ 40. മലയാളത്തിൽ ആദ്യമായി മണിപ്രവാളം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഏതു കൃതിയിലാണ്? ഉണ്ണിച്ചിരുദേവി ചരിതം. മലയാളത്തിൽ ആദ്യമായി മണിപ്രവാളം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. ചോദ്യം നമ്പർ 41. നിരണം വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃത്തം? ദീർഘതരംഗിണി. നിരണം വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃത്തം ദീർഘതരംഗിണി. ചോദ്യം നമ്പർ 42. രചനാന്തര വ്യാകരണം എന്ന സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ്? നോം ചോംസ്കി. രചനാന്തര വ്യാകരണം എന്ന സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ് നോം ചോംസ്കി. ചോദ്യം നമ്പർ 43. ഭാഷാമിശ്രം പൊഴുതു കഥയാമി എന്ന പ്രയോഗം ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ് ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്? മുഹൂർത്തവിധി. ഭാഷാമിശ്രം പൊഴുതു കഥയാമി എന്ന പ്രയോഗം ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ് ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്? മുഹൂർത്തവിധി. ചോദ്യം നമ്പർ 44. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന കവി? വൈലോപ്പിള്ളി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന കവി വൈലോപ്പിള്ളി. ചോദ്യം നമ്പർ 45. EMSന് സമർപ്പിച്ചിരിക്കുന്ന M. മുകുന്ദന്റെ നോവൽ? കേശവന്റെ വിലാപങ്ങൾ. EMSന് സമർപ്പിച്ചിരിക്കുന്ന M. മുകുന്ദന്റെ നോവലാണ് കേശവന്റെ വിലാപങ്ങൾ. ചോദ്യം നമ്പർ 46. ചേരുംപടി ചേർക്കുക. അതിലെ നമുക്ക് നാമേ പണിവത് ലോകം നരകവും അതുപോലെ ഉള്ളൂരിൻ്റെ വരികളാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ ചങ്ങമ്പുഴയുടെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ ഇടശ്ശേരി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം അക്കിത്തം. ഇവിടെ കൊടുത്തിരിക്കുന്ന ശരിയായ ഓപ്ഷൻ സി ആണ്. A4, B3, C1, D2. ചോദ്യം നമ്പർ 47. ഗാന്ധി രാമായണം എന്ന കാവ്യം രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. ഗാന്ധി രാമായണം എന്ന കാവ്യം രചിച്ചത് അംശി നാരായണ പിള്ള. ചോദ്യം നമ്പർ 48. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ശിക്ഷാ സമ്പ്രദായമായ കൈമുക്കിനെ കുറിച്ച് പരാമർശമുള്ള കൃതി? ശുഖസന്ദേശം. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ശിക്ഷാ സമ്പ്രദായമായ കൈമുക്കിനെ കുറിച്ച് പരാമർശമുള്ള കൃതി ശുഖസന്ദേശം. ചോദ്യം നമ്പർ 49. ഐന്തിണകളിൽപ്പെട്ട കടലോര പ്രദേശത്തിന്റെ പേരെന്ത്? നെയ്തൽ. ഐന്തിണകളിൽപ്പെട്ട കടലോര പ്രദേശത്തിന്റെ പേര് നെയ്തൽ. ചോദ്യം നമ്പർ 50. കറുത്ത ചിരിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള കവി? K. അയ്യപ്പ പണിക്കർ. കറുത്ത ചിരിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള കവി K. അയ്യപ്പ പണിക്കർ. ചോദ്യം നമ്പർ 51. മനമഭിഹതമസ്തരാഗമാം സ്വനമിയലില്ല തകർന്ന വീണയിൽ. ഇവിടെ അലങ്കാരം ദൃഷ്ടാന്തം. മനമഭിഹതമസ്തരാഗമാം സ്വനമിയലില്ല തകർന്ന വീണയിൽ. ഇവിടെ അലങ്കാരം ദൃഷ്ടാന്തം. ചോദ്യം നമ്പർ 52. ONV കവിതകളുടെ പഠനമായ ഒരു ഭൂമി ഒരു ആകാശം ഒരു സൂര്യൻ രചിച്ചത്? P. സോമൻ. ONV കവിതകളുടെ പഠനമായ ഒരു ഭൂമി ഒരു ആകാശം ഒരു സൂര്യൻ രചിച്ചത് P. സോമൻ. ചോദ്യം നമ്പർ 53. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത കൃതി ഏത്? A. മാണിക്യവീണ, B. അരനാഴിക നേരം, C. നാഴിയൂരിപ്പാല്, D. ഹൃദയ സരസ്. കൂട്ടത്തിൽ ചേരാത്തത് അരനാഴിക നേരം. ചോദ്യം നമ്പർ 54. പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക യുക്തി എന്ന് ഉത്തരാധുനികതയെ വിശേഷിപ്പിച്ചത് ആര്? ഫ്രെഡറിക് ജെയിംസൺ. പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക യുക്തി എന്ന് ഉത്തരാധുനികതയെ വിശേഷിപ്പിച്ചത് ഫ്രെഡറിക് ജെയിംസൺ. ചോദ്യം നമ്പർ 55. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ണി നമ്പൂതിരി മാസികയിൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയത് ആര്? VT ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ണി നമ്പൂതിരി മാസികയിൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയത് VT ഭട്ടതിരിപ്പാട്. ചോദ്യം നമ്പർ 56. സ്ഫോട സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഗ്രന്ഥം? വാക്യപതീയം. സ്ഫോട സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഗ്രന്ഥം വാക്യപതീയം. ചോദ്യം നമ്പർ 57. പ്രയുക്ത ഭാഷാശാസ്ത്രത്തിലെ ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട് ഭാഷാപ്രയോഗത്തിൽ വരാറുള്ള തെറ്റുകളെ അപഗ്രഥിക്കുന്നതിന് പറയുന്ന പേര്? സ്ഖലിതാപഗ്രഥനം. പ്രയുക്ത ഭാഷാശാസ്ത്രത്തിലെ ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട് ഭാഷാപ്രയോഗത്തിൽ വരാറുള്ള തെറ്റുകളെ അപഗ്രഥിക്കുന്നതിന് പറയുന്ന പേര് സ്ഖലിതാപഗ്രഥനം. ചോദ്യം നമ്പർ 58. MTയുടെ കൃതിയായ ആൾക്കൂട്ടത്തിൽ തനിയെ ഏതു വിഭാഗത്തിൽ പെടുന്നു? യാത്രാവിവരണം. MTയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ യാത്രാവിവരണം വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്. ചോദ്യം നമ്പർ 59.
പുതിയ അക്ഷരമാലയുടെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി എഴുത്തച്ഛൻ നിർമ്മിച്ചിട്ടുള്ള കൃതിയാണ് ഹരിനാമ കീർത്തനം. ഈ പ്രസ്താവം ആരുടേതാണ്? KP നാരായണ പിഷാരടി. പുതിയ അക്ഷരമാലയുടെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി എഴുത്തച്ഛൻ നിർമ്മിച്ചിട്ടുള്ള കൃതിയാണ് ഹരിനാമ കീർത്തനം. ഈ പ്രസ്താവം KP നാരായണ പിഷാരടിയുടേതാണ്. ചോദ്യം നമ്പർ 60. താഴെ പറയുന്നവയിൽ പൂന്താനത്തിന്റെ കൃതിയായി കണക്കാക്കുന്നത് ഏതിനെ? 108 ഹരി. 108 ഹരി പൂന്താനത്തിന്റെ കൃതിയാണ്. ചോദ്യം നമ്പർ 61. കേരളത്തിലെ ചുമർചിത്രങ്ങൾ എന്ന കൃതി രചിച്ചതാര്? MG ശശിഭൂഷൺ. കേരളത്തിലെ ചുമർചിത്രങ്ങൾ എന്ന കൃതി രചിച്ചത് MG ശശിഭൂഷൺ. ചോദ്യം നമ്പർ 62. സമഗ്ര ജീവിതശൈലിയാണ് സംസ്കാരം എന്ന് പറഞ്ഞത് റെയ്മണ്ട് വില്യംസ്. സമഗ്ര ജീവിതശൈലിയാണ് സംസ്കാരം എന്ന് പറഞ്ഞത് റെയ്മണ്ട് വില്യംസ്. ചോദ്യം നമ്പർ 63. കാടുകളുടെ താളം തേടി എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയത് സുജാത ദേവി. കാടുകളുടെ താളം തേടി എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയത് സുജാത ദേവി. ചോദ്യം നമ്പർ 64. താഴെ പറയുന്നവയിൽ P കുഞ്ഞിരാമൻ നായരുടെ കൃതി അല്ലാത്തതേത്? തിരിഞ്ഞു നോക്കുമ്പോൾ. P കുഞ്ഞിരാമൻ നായരുടേതല്ലാത്ത കൃതി തിരിഞ്ഞു നോക്കുമ്പോൾ. P കുഞ്ഞിരാമൻ നായരുടേതായ കൃതികളാണ് കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. ചോദ്യം നമ്പർ 65. ലീലാതിലകത്തിന് ഉന്മീലനം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയതാര്? ആറ്റൂർ കൃഷ്ണപിഷാരടി. ലീലാതിലകത്തിന് ഉന്മീലനം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ആറ്റൂർ കൃഷ്ണപിഷാരടി. ചോദ്യം നമ്പർ 66. ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള നോവൽ ദേവദുന്ദുഭി. ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള നോവൽ ദേവദുന്ദുഭി. ചോദ്യം നമ്പർ 67. പൗരസ്ത്യ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ താരതമ്യം ചെയ്ത മുണ്ടശ്ശേരി രചിച്ച കൃതി കാവ്യപീഠിക. പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ താരതമ്യം ചെയ്ത് മുണ്ടശ്ശേരി രചിച്ച കൃതിയാണ് കാവ്യപീഠിക.